കേസ് തെളിയിക്കലും ലാത്തിചാർജും മധ്യസ്ഥ ചർച്ചകളും മാത്രമാണ് പോലീസിന്റെ പണിയെന്ന പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇത് മാത്രമല്ല പോലീസിന്റെ പണിയെന്ന് പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണ് തിരുവല്ല ജനമൈത്രി പോലീസ്. തിരുവല്ല തിരുമൂലപുരം 18-ാം വാർഡ് മംഗലശ്ശേരി കോളനിയിലെ 15 കുടുംബങ്ങൾ വെള്ളപ്പൊക്കം മൂലം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദുരിതാശ്വാസ ക്യാമ്പിലാണ്. സാമ്പത്തികമായും സാമൂഹികമായും ഏറെ പിന്നിൽ നിൽക്കുന്ന ഇവർക്ക് അരിയടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ക്യാമ്പിലെത്തിച്ച് വിതരണം ചെയ്താണ് പോലീസ് നല്ല മാതൃക പങ്കുവച്ചത്. പോലീസുകാർ നൽകിയ കിറ്റുകൾ കൈപ്പറ്റിയവരുടെ മുഖത്ത് ആശ്ചര്യവും ഒപ്പം ആശ്വാസവും നിറഞ്ഞു. സ്ത്രീകളും കുട്ടികളുമടക്കം 100-ലധികം പേർ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്നുണ്ട്. ജനമൈത്രി പോലീസിനൊപ്പം കേരള പോലീസ് അസോസിയേഷനും കൈകോർത്ത് നടത്തിയ പരിപാടി പോലീസിന്റെ നന്മയുടെ മുഖമാണ് വ്യക്തമാക്കുന്നത്. കാലവർഷം വളരെ കെടുതികൾ കൂടി ഈ തിരുവല്ല പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുള്ള പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലായി. അതിൻ്റെ ഭാഗമായിട്ട് തിരുവല്ല മുനിസിപ്പാലിറ്റിയിൽ ഉള്ള കുറേ സ്ഥലം 18-ാം വാർഡ് അങ്ങനെ കുറേ വാർഡുകളിൽ ആൾക്കാരെ ഇവിടെ ദുരിതാശ്വാസ കേന്ദ്രത്തിൽ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ പോലീസിൻ്റെ ജോലി എന്ന് പറയുന്നത് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക, ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ കുറേ ആൾക്കാരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് കുറേ ഒരു കിറ്റ്, അതായത് ഒരു അത്യാവശ്യം ആഹാരത്തിനും ഒക്കെയുള്ള ഒരു കിറ്റ്, ആ കിറ്റ് ഞങ്ങൾ ഇന്ന് വിതരണം ചെയ്യണം. 25ഓളം കിറ്റ് ഇന്ന് ഇവിടെ കൊടുക്കുന്നുണ്ട്. ബാക്കി ഒരു 10 എണ്ണം നമ്മളിനി അടുത്ത ആ സ്ഥലത്തോട്ട് പോകുന്നുണ്ട്, അവിടെ കൊടുക്കുന്നുണ്ട്. ജനമൈത്രി പോലീസിലെയും പോലീസുകാർ തന്നെ ഇവരുടെ ഈ അവസ്ഥ കണ്ട് അവർക്ക് ഒരു നേരത്തേക്ക് ഒരു സഹായം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്രയാകട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇത് ചെയ്തത്. ക്യാമ്പിലുണ്ടായിരുന്ന മാതാപിതാക്കൾ നഷ്ടമായ +1 വിദ്യാർത്ഥിനിക്ക് യൂണിഫോം വാങ്ങുന്നതിനുള്ള പണം നൽകിയ പോലീസ് സംഘം കുട്ടിയുടെ തുടർ പഠനത്തിനും സഹായം വാഗ്ദാനം ചെയ്തു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇവിടെ ഒരു കുട്ടിക്ക് ഒരു +1 പഠിക്കുന്ന കുട്ടിയാണ്. അതിൻ്റെ അച്ഛനും ഇല്ല അമ്മയും ഇല്ലാത്തൊരു കുട്ടിയാണ്. അപ്പോൾ അത് വളരെ വിഷമിച്ച് നിൽക്കും. ഈ ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ആളാണ്. അപ്പോൾ അതിന് ഈ സ്കൂളിൽ ചെന്നപ്പോൾ അത് യൂണിഫോമിന് തുണി വേണം എന്ന് പറഞ്ഞൊരു പ്രശ്നത്തിന് അതിന് ഇന്ന് സ്കൂളിൽ അതൊരു വലിയൊരു വിഷമം പോലെ പറയുകയും ചെയ്തു. അപ്പോൾ അത് ഞങ്ങളത് ഇതായിട്ട് ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള അതിൻ്റെ യൂണിഫോം മാത്രമല്ല, ഇനി വരുന്ന കാലത്ത് വിദ്യാഭ്യാസത്തിനുള്ള പുസ്തകങ്ങളോ ബുക്കുകളോ ഉണ്ടോ എങ്കിൽ അത് നമ്മൾ ജനമൈത്രി പോലീസ് ഏറ്റെടുത്ത് നൽകാമെന്ന് പറയുന്നുണ്ട്. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം നൽകുന്നത് അത് ഏറ്റവും വലിയ കാര്യമാണ്. സ്റ്റേഷൻ പരിധിയിലുള്ള മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളിലും തിരുവല്ല ജനമൈത്രി പോലീസും പോലീസ് അസോസിയേഷനും ചേർന്ന് അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്തിരുന്നു. SI B വിനോദ് കുമാറിനോടൊപ്പം ASI രാജു, പോലീസ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് PB ഹരിലാൽ, ഭാരവാഹികളായ ജോൺ C സാമുവൽ, നിശാന്ത് B ചന്ദ്രൻ, അനിൽകുമാർ, വാർഡ് കൗൺസിലർ അജിത എന്നിവരും പരിപാടിയിൽ പങ്കാളികളായിരുന്നു. ജെൻസൺ ബാണാവള്ളിക്കൊപ്പം ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്, തിരുവല്ല.